IPL താരലേലത്തിൽ റെക്കോർഡിട്ട് സ്റ്റാർക്കും കമിൻസും. ഓസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്കിനെ 24.75 കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കി. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിനെ 20.50 കോടിക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദും സ്വന്തമാക്കി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണനുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. ഹരി, ഏറ്റവും ഉയർന്ന മൂല്യമുള്ള താരമായി മിച്ചൽ സ്റ്റാർക്ക് മാറിയിരിക്കുന്നു. ചരിത്രത്തിലെ തന്നെ ഉയർന്ന മൂല്യത്തിലേക്കാണ് സ്റ്റാർക്കിൻ്റെ ലേലം വിളി എത്തിച്ചേർന്നിരിക്കുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് സ്റ്റാർക്കിനെ സ്വന്തമാക്കിയിട്ടുള്ളത്. മറ്റ് പ്രമുഖരാരൊക്കെയാണ് ഈ ഉയർന്ന ലേലത്തുകയിൽ ടീമുകൾ സ്വന്തമാക്കിയിട്ടുള്ളത്? ഇന്ന് IPL ലേലം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിച്ചൽ സ്റ്റാർക്ക് തന്നെയാണ് ലോകത്തിലെ തന്നെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു തുകയ്ക്ക് ലേലത്തിൽ പോയിരിക്കുന്നത്. മിച്ചൽ സ്റ്റാർക്കിനെ സ്വന്തമാക്കിയിരിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഗുജറാത്ത് തമ്മിൽ വലിയൊരു മത്സരം തന്നെയാണ് മിച്ചൽ സ്റ്റാർക്കിന് വേണ്ടി നടത്തിയിരുന്നത്. അങ്ങനെ ഒടുവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇത്രയുമായ ഒരു വമ്പൻ തുകയ്ക്ക് മിച്ചൽ സ്റ്റാർക്കിനെ നേടിയെടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ പറയേണ്ട ഒരു താരമാണ് പാറ്റ് കമ്മിൻസ്, ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ. പാറ്റ് കമ്മിൻസിനെ സ്വന്തമാക്കിയിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ഓസ്ട്രേലിയൻ പ്ലെയേഴ്സിൻ്റെ ഏകദിന ലോകകപ്പിലെ പ്രകടനം തന്നെയാണ് ഓസ്ട്രേലിയൻ പ്ലെയേഴ്സിന് ഇത്ര വലിയ ഒരു തുക IPL ലേലത്തിൽ നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞിരിക്കേണ്ടിയിരിക്കുന്ന ഇതുവരെ ഒരു അന്താരാഷ്ട്ര മത്സരങ്ങൾ പോലും കളിക്കാത്ത ഉത്തർപ്രദേശ് താരം സമീർ റിസ്വിയാണ് പൊന്നും വിലയ്ക്ക് 8.40 കോടി രൂപയ്ക്ക് ചെന്നൈയാണ് റിസ്വിയെ സ്വന്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിഭാഗത്തിൽ 7.40 കോടി ഷാരൂഖ് ഖാനെ ഗുജറാത്തും 7.20 കോടി രൂപയ്ക്ക് കുമാർ കുശാഗ്രെ ഡൽഹി ക്യാപിറ്റൽസും സ്വന്തമാക്കി. ഈ താരലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് പോയ ഭാരത താരം ഷർദുൽ താക്കൂറാണ്. ഷർദുൽ താക്കൂറിനെ 4 കോടിക്ക് ചെന്നൈ സ്വന്തമാക്കി. ശിവം മാവിയെ 6.40 കോടി രൂപയ്ക്ക് ലക്നൗ സൂപ്പർ ജയൻസും സ്വന്തമാക്കിയിട്ടുണ്ട്. ശരി, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.